പിറ്റേന്ന് അബ്രഹത്ത് എല്ലാം ഒരുക്കി, എല്ലാം റെഡിയാക്കി വാദി മുഹസ്സറിൽ നിന്ന് മക്കയുടെ ഹറമിന്റെ അതിർത്തി കഴിഞ്ഞ് പ്രവേശിക്കാൻ വേണ്ടി ഒഴുകാൻ. അപ്പോ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ചരിത്രമാണ്. സൈന്യം നീങ്ങുന്നില്ല, പ്രത്യേകിച്ച് ആനകൾ നീങ്ങുന്നില്ല. വേറെ ഷാമിന്റെ ഭാഗത്തേക്ക് ആനയെ തിരിച്ചാൽ ആന നീങ്ങുന്നുണ്ട്. യമനിന്റെ ഭാഗത്തേക്ക് തിരിച്ചു പോകാൻ നിർത്തിയാൽ ആന ഓടി തിരിച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ട്. മക്കയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ അനങ്ങുന്നില്ല. എത്ര നിർബന്ധിച്ചിട്ടും ആനകൾ മുന്നോട്ട് പോകുന്നില്ല. അവരങ്ങനെ തുടരുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിവരിച്ചതുപോലെ കൂട്ടം കൂട്ടമായി പക്ഷികളെ അയക്കുന്നത്. ഒരുതരം പ്രത്യേക കല്ലുകൾ, കളിമണ്ണ് കൊണ്ട് പോലെയുള്ള ഒരുതരം മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതുപോലെയുള്ള കല്ലുകൾ, അതുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ അയക്കുകയും അവസാനം അവരാ കല്ലുകൾ വർഷിച്ച, അത് പതിച്ച ആളുകൾക്കൊക്കെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നുറുങ്ങി വീഴുന്ന രൂപത്തിലുള്ള, ഓരോ അവയവങ്ങളും അറ്റുപോകുന്ന രൂപത്തിലുള്ള ശിക്ഷ അവർക്ക് ബാധിക്കുകയും അവരങ്ങനെ ചിന്നിച്ചിതറുകയും ചെയ്യുന്നു. ഇവരുടെ കൂടെ വന്ന നുഫൈലുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ വഴികാട്ടിയായ നുഫൈൽ മലമുകളിൽ നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറബികളും കാണുകയാണ്. ഇവർക്ക് സംഭവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു കാബയുടെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയത് എങ്ങനെയാണ് എന്ന് അവർ കാണുകയാണ്. നുഫൈലിന്റെ ആ ഒരു സമയത്തുള്ള നുഫൈലിന്റെ ഒരു ഇതൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അയാളിങ്ങനെ പറയാണ്, ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് ആ സൈന്യം ഓരോന്നോരോന്നായി അറ്റുപോകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് തിരിച്ചോടണമെന്നുണ്ട്, യമനിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. പക്ഷെ വഴി ഇറങ്ങുക. നുഫൈലിന്റെ പുറകെയാണ് വന്നത്. അപ്പൊ അവര് ആദ്യം അന്വേഷിക്കുന്നത് നുഫൈൽ എവിടെയെന്നാണ്. തിരിച്ചു പോകണമല്ലോ, എങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഓടുക. അപ്പൊ നുഫൈല് അന്ന് ആ സമയത്ത് പറയുന്ന കവിതയുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. നുഫൈല് പറയാണ്, വൽ ഇലാഹു ത്വാലിബു, അള്ളാഹു ആണ് ഈ അവന്റെ ശത്രുക്കളെ അന്വേഷിച്ച് തെരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ മുന്നിൽ വൽ അശ്റമുൽ മഗ്ലൂബു ഗൈറുൽ ഗാലിബ്, ആ അബ്രഹത്തിന് പല വൈകല്യങ്ങളുണ്ടായിരുന്നു. യുദ്ധത്തിൽ സംഭവിച്ച അദ്ദേഹത്തിന്റെ കൈക്കും അതുപോലെ തന്നെ മൂക്കിനും മുഖത്തൊക്കെ ചില വൈകല്യം, മൂക്കൊക്കെ മുറിഞ്ഞു പോയി. അങ്ങനെയുള്ള ആ മനുഷ്യൻ, വൈകല്യങ്ങളുള്ള അവൻ എങ്ങനെ വിജയിക്കണം? അവൻ ഒരിക്കലും വിജയിക്കില്ല. അതുപോലെ തന്നെ ഈ പക്ഷികൾ വന്നപ്പോ ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചു. ഹമിദുല്ലാഹ ഇദ് അബ്സർതു തൈറൻ വഖിഫ്തു ഹിജാറതൻ തുൽഖ അലൈനാ, ഈ കല്ലിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ മേൽ വീഴുമോ എന്നായിരുന്നു എന്റെ പേടി. ഫകുല്ലുൽ ഖൗമി യസ്അലു അൻ നുഫൈലിൻ, ഞാൻ നോക്കുമ്പോൾ ആളുകളൊക്കെ നുഫൈൽ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഅന്ന അലയ്യ ലിൽ ഹുബ്ശാനി ദൈന, കണ്ടാൽ തോന്നും ഞാൻ അവരുടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ആ കടം തിരിച്ചു തരാൻ വേണ്ടി അവരൊക്കെ ഒരാളെ അന്വേഷിക്കുന്നത് പോലെ അവരൊക്കെ നുഫൈൽ എവിടെ, തിരിച്ചു പോകാൻ വഴിയറിയില്ലല്ലോ എന്ന രൂപത്തിൽ അവർ പരിഭ്രാന്തരായി പരക്കം പായുന്നത് ഞാൻ കണ്ടു എന്നാണ്. എല്ലാ സൈന്യവും അന്ന് ഈ ഒരു കല്ല് പതിച്ചതും പോലും നശിച്ചിട്ടില്ല. ചില ആളുകളൊക്കെ അന്ന് രക്ഷപ്പെട്ടിരുന്നു, തിരിച്ചു ഓടിപ്പോകാൻ ശ്രമിച്ചവരുണ്ട്. അബ്രഹത്ത് തന്റെ സൈന്യം ഈ ഓരോന്നോരോന്നായി അറ്റുപോകുന്നത്, നുറുങ്ങി വീഴുന്നത് അബ്രഹത്ത് നേരിൽ കണ്ടു. അബ്രഹത്ത് പക്ഷെ ആ കല്ല് പതിച്ചതുകൊണ്ട് അബ്രഹത്ത് മരിച്ചില്ല. അബ്രഹത്ത് തിരിച്ച് യമനിലേക്ക് അബ്രഹത്തിന് പോകാൻ പറ്റി. പക്ഷെ മുഴുവൻ അയാൾ യമനിലേക്ക് എത്തിയില്ല എന്നുള്ളൂ. ആ പോകുന്ന വഴിക്ക് തന്നെ ഒരു പ്രത്യേക രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല, അയാളുടെയും അവയവങ്ങൾ അറ്ററ്റ് വീണ് അവസാനം ഓരോ വിരലുകളൊക്കെ ഓരോന്ന് അറ്ററ്റ് വീണ് അവസാനം അയാളൊരു പ്രത്യേക ഒരു ജീവിയെ പോലെയാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെ പോലെ, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, ഒരു കൈയും കാലൊന്നും ഇല്ലാത്ത രൂപത്തെ അവസാനം ഹൃദയം പിളർന്നാണ് അയാൾ മരിക്കുന്നത്. സൊനായില് യമനിലേക്ക് എത്തുന്നതിന് മുൻപ് അയാൾ മരിച്ചു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഈ മൊത്തം ചരിത്രത്തെ 5 ആയത്തുകളിൽ ഒതുക്കി സൂറത്തുൽ ഫീലിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതൊരു അറബികളെ സംബന്ധിച്ചിടത്തോളമായാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമായാലും ഒരു വലിയ ഒരു നിർണായക സംഭവമായിരുന്നു ഈ ആനക്കലഹം എന്ന് പറയുന്ന സംഭവം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അസ്ഹാബുൽ ഫീൽ, ആനയുടെ ആളുകളോട് നിന്റെ റബ്ബ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, എങ്ങനെയാണ് അവരോട് പെരുമാറിയത് എന്ന് നീ കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവര് കൊണ്ടുവന്ന സകല കുതന്ത്രങ്ങളെയും അള്ളാഹു പിഴവിലാക്കിയത് നീ കണ്ടില്ലേ? അള്ളാഹു പിഴവിലാക്കിയില്ലേ? വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, കൂട്ടം കൂട്ടമായി അള്ളാഹു പക്ഷികളെ അവർക്ക് നേരെ അയച്ചു. അബാബീൽ എന്ന് പറയുമ്പോൾ കൂട്ടം കൂട്ടമായി എന്നാണ് അർത്ഥം. അബാബീൽ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി.
സംഘം സംഘമായി അള്ളാഹു അവർക്ക് പക്ഷികളെ അയച്ചു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ചവച്ചരക്കപ്പെട്ട വസ്തുക്കളെ പോലെ, വൈക്കോലുകളെ പോലെ അവരായിത്തീർന്നു. പൂർണ്ണമായി അവർ നശിച്ചു. ആ സൈന്യത്തിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്ക് ഒരാളും ബാക്കിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഫീലിലൂടെ ലോകാന്ത്യം വരേക്കുമുള്ള ആളുകൾക്ക് പാഠമായി ഈ ഒരു സംഭവത്തെ എടുത്ത് ഉദ്ധരിക്കുകയുണ്ടായി.